കളിമണ്ണിന്റെ ദൗർലഭ്യവും വിലവർധനവും പരമ്പരാഗത മൺപാത്ര നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വൻ വില കൊടുത്ത് കളിമണ്ണ് കൊണ്ടുവന്ന് പാത്രങ്ങൾ മെനഞ്ഞെടുത്ത് വിറ്റാൽ ഇവർക്ക് കിട്ടുന്നത് തുച്ഛമായ വരുമാനമാണ്. പരമ്പരാഗതമായി മൺപാത്ര നിർമ്മാണം നടത്തുന്ന നിരവധി കുടുംബങ്ങളാണ് കൊടകര പഞ്ചായത്തിലുള്ളത്. മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞതും അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയതും അടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഈ പരമ്പരാഗത തൊഴിലിനെ വീർപ്പുമുട്ടിക്കുകയാണ്. മൺപാത്രങ്ങൾക്ക് പഴയ പോലുള്ള ആവശ്യക്കാരില്ലാതായതോടെ പലരും ഈ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് ചേക്കേറി. പ്രതിസന്ധികൾക്കിടയിലും പൂർവികർ പഠിപ്പിച്ചു തന്ന തൊഴിലിനെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന ചില കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോഴും മൺപാത്ര നിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നത്. ചട്ടി, കലം, കൂജ, ചെടിച്ചട്ടികൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഇവർ മെനഞ്ഞെടുക്കുന്നത്. ആദ്യകാലത്ത് പറപ്പൂക്കര, ആമ്പല്ലൂർ മേഖലകളിൽ നിന്ന് കളിമണ്ണെടുത്താണ് കൊടകരയിലെ കുമ്പാര സമുദായക്കാർ മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. മറ്റത്തൂർ പാടത്തുനിന്ന് ഇതിനായി മണ്ണെടുത്തിരുന്നു. എന്നാൽ കളിമൺ ഖനനത്തിന് കൂടുതൽ നിയന്ത്രണം കൊണ്ടുവന്നത് കുമ്പാര സമുദായത്തിന്റെ പരമ്പരാഗത തൊഴിലിന് കനത്ത പ്രഹരമേൽപ്പിച്ചു. ഓട്ടുകമ്പനികൾ വൻതോതിൽ നടത്തിയ കളിമൺ ഖനനത്തിന് ഇരകളാകേണ്ടി വന്നത് കുമ്പാര സമുദായക്കാരായ നിർധന കുടുംബങ്ങളാണ്. സമീപ പ്രദേശങ്ങളിൽ കളിമൺ ഖനനം നിലച്ചതോടെ ഉപജീവന മാർഗത്തിനായി കളിമണ്ണ് തേടി ദൂരദിക്കുകളിലേക്ക് പോകേണ്ട ഗതികേടായി. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ മേഖലകളിൽ നിന്നാണ് മൺപാത്ര നിർമ്മാണത്തിനാവശ്യമായ കളിമണ്ണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. 5 ടൺ വരുന്ന ഒരു ലോറി മണ്ണിന് 15,000 രൂപയോളമാണ് ഇപ്പോഴത്തെ വില. ഏതാനും മാസം മുമ്പ് 13,000 രൂപയായിരുന്നത് ഒറ്റയടിക്കാണ് വർദ്ധിച്ചതെന്ന് തൊഴിലാളികൾ പറയുന്നു. വൻവില കൊടുത്ത് കൊണ്ടുവരുന്ന മണ്ണ് ഓട്ടുകമ്പനികളിൽ കൊണ്ടുപോയി അരച്ചുകൊണ്ടുവന്നാണ് പാത്ര നിർമ്മാണം നടത്തുന്നത്. പാത്രങ്ങൾ ചുട്ടെടുക്കുന്നതിനായി ഉപയോഗിക്കുന്ന നല്ലയിനം മരത്തിന്റെ വിറകിനും വില വർദ്ധിച്ചു. ഇടക്കാലത്ത് മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാർ തീരെ കുറഞ്ഞെങ്കിലും സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പലരും മൺപാത്രങ്ങൾക്ക് മുന്നിൽ വീണ്ടും അടുക്കളവാതിൽ തുറന്നിടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് കൊടകരയിലെ മൺപാത്ര നിർമ്മാണം നടത്തിവരുന്ന പുത്തൻ വീട്ടിൽ ശിവദാസൻ പറയുന്നു. കൊടകരയിൽ നിർമ്മിക്കുന്ന മൺപാത്രങ്ങൾക്ക് പട്ടണങ്ങളിലെ ഷോപ്പിംഗ് മാളുകളിൽ നിന്ന് ഓർഡർ ലഭിക്കുന്നത് ഈ തിരിച്ചറിവിന്റെ സൂചനയാണ് നൽകുന്നത്. എന്നാൽ പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ കളിമണ്ണിന്റെ ലഭ്യത നാൾ ചെല്ലുന്തോറും കുറഞ്ഞു വരുന്നത് ഈ പരമ്പരാഗത തൊഴിൽ മണ്ണടിഞ്ഞു പോകാൻ ഇടയാക്കുമെന്നാണ് ആശങ്ക. TCV ന്യൂസ്, കൊടകര.